أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തൻസിഹ മാമിനെ ബഹുമാനപൂർവം ഈ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യനെ അതിൻ്റെ പൂർണ്ണതയിൽ അള്ളാഹുവിൻ്റെ സമർപ്പിതനായ അടിമയായി തീരാൻ ആവശ്യമായ രീതിയിൽ സൃഷ്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചും പരിശീലിപ്പിച്ചും രക്ഷിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇസ്ലാമിക് പാരന്റിംഗ്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും അങ്ങനെ മരണാന്തര ജീവിതത്തിൽ സ്വർഗലബ്ധിക്ക് പ്രാപ്തി നേടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഇസ്ലാമിക് പാരന്റിംഗ്. സഹോദരിമാരെ, മക്കൾ ദൈവിക ദാനമെന്ന പോലെ ഒരു പരീക്ഷണവും കൂടിയാണ്. ധാർമ്മിക മര്യാദകൾ പകർന്നു നൽകിക്കൊണ്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ മക്കൾ ഇരു ലോകത്തും അനുഗ്രഹവും അഭിമാനവുമായിരിക്കും. ചെറുപ്രായത്തിൽ അവരുടെ ധാർമ്മിക ശിക്ഷണങ്ങളിൽ ശ്രദ്ധിക്കാതെ വിട്ടാൽ വലുതായാൽ അപമാനകരമായ പലതും അവരിൽ നിന്ന് ഉണ്ടായേക്കാം. അപ്പോൾ ഖേദിച്ചിട്ടോ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. ഭാവിയിൽ തങ്ങൾക്കും നാടിനും നാട്ടുകാർക്കുമൊക്കെ അല്ല, അവർക്ക് തന്നെ ഉപകരിക്കുന്ന നല്ല മക്കളായിരിക്കണം നമ്മുടെ മക്കൾ എന്നാഗ്രഹിക്കുന്ന ഏതൊരു മാതാവും പിതാവും അവരുടെ ശാരീരിക വളർച്ചയിൽ എന്ന പോലെ ധാർമ്മിക സാംസ്കാരിക വളർച്ചയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരിമാരെ, നൂറുൽ ഖുർആൻ അക്കാദമി നിങ്ങൾക്കായി ഒരുക്കുന്ന NQ ഇസ്ലാമിക് പാരന്റിംഗ് പ്രോഗ്രാം സീരീസ് 1 നാം ഓരോരുത്തരും ഇന്ന് ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. മക്കളെ അറിയാം, മക്കൾക്കൊപ്പം വളരാം. ഹൗ ടു പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൈസ്ഡ് യങ് കമ്പാനിയൻസ് എന്ന വിഷയത്തിലാണ് നാം ഈ ഒരു സീരീസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 7ഓളം സെഷനുകളായിരിക്കും ഇൻഷാ അള്ളാ നമ്മള് ക്ലാസ്സുകള് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അള്ളാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെ കുഞ്ഞുങ്ങളോടുള്ള നബിയുടെ സമീപനം അത് നമ്മൾക്കും നമ്മുടെ പാരന്റിങ്ങിനും എഫക്റ്റീവ് പാരന്റിങ്ങിനും ഉപകരിക്കുന്ന ഒരുപാട് പോയിന്റ്സ് ആയിരിക്കും ഇൻഷാ അള്ളാ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവുക. ഓരോ സ്ത്രീയുടെയും സുഹൃതങ്ങളിൽ സുഹൃതമാണ് ഒരു ഉമ്മയാവുക എന്നത്. നമ്മുടെ പൊന്നോമനകളെ ഓരോ വളർച്ചയും ഓരോ ചുവടുകളും നാം അതീവ ശ്രദ്ധയോടെ നോക്കി കാണേണ്ടതുണ്ട്. നാം നൽകിയ ഓരോ കരുതലും ഓരോ മൂല്യവും അവർക്കും സമൂഹത്തിനും ഇഹപരലോകത്തിനും ഗുണമാവേണ്ടതുണ്ട്. അതിനൊതുങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നൊരു ആമുഖം എന്ന രീതിയിലാണ് ക്ലാസ് പോവുക. ഇൻഷാ അള്ളാ ഒട്ടും വൈകിക്കാതെ ഇന്നത്തെ സെഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. അതിനായിട്ട് തൻസിഹ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാഹ്, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കേ, അൽഹംദുലില്ലാഹ്. ഓക്കേ. ഒന്നുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صلى الله على محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നതാണ് എനിക്ക് ആ ഒരു ശക്തി നൽകാൻ വേണ്ടിയിട്ട്. അതായത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്, എത്രത്തോളം ഗ്രേറ്റ് ആണ് ഇസ്ലാം എന്ന് നിങ്ങളോട് പറയാനും, അതുപോലെ തന്നെ എത്രത്തോളം ഗ്രേറ്റ് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞങ്ങളെല്ലാവരും
അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ അടിമകളും അറിയാൻ എനിക്ക് നിങ്ങളോട് പറയാനും അത് എത്രയും എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഒരു ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ശരിയായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മുതൽ തുടങ്ങുന്ന ഇനി ഒരു 8ഓളം ക്ലാസ്സുകളുണ്ട്, സെഷൻ ഉണ്ട്. അതിൽ എന്തൊക്കെയാണോ ഞങ്ങൾ കേൾക്കുന്നത്, എന്തൊക്കെയാണോ പഠിക്കുന്നത്, ഞങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങാല്ലേ. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിലും ചാറ്റ് ബോക്സിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നൽകാം. പറയാനുള്ള ആൾക്കാർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്തൂടെ? ചാറ്റ് ബോക്സിൽ. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതിന്. കാരണം എന്താന്ന് വെച്ചാല് ഞാനൊരു പാരന്റ് ആണ്, ഞാനൊരു 3 കുട്ടികളുടെ ഉമ്മയാണ്. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ശരിക്കൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത് എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ പാരന്റും അറിയണം എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വളർത്തിയത് എന്നുള്ളതിൽ എല്ലാവരും അറിയണം എന്നുള്ളത് എനിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ അധികവും പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെലിവറി ചെയ്യുക, പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ടഫാണെന്ന് ഞാൻ പറയും കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഏത് രീതിയിൽ, ഏത് ഹിക്മത്തോടു കൂടി കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഭയങ്കര ടഫുള്ള കാര്യം തന്നെയാണ്. കാരണം ഏതൊരാൾക്കാർക്കും വേണമെങ്കിൽ കുട്ടികളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 2ഉം 3ഉം 4ഉം അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ കുട്ടികളെ നമുക്ക് പ്രസവിക്കാം അല്ലെ. പക്ഷെ എല്ലാവർക്കും പാരന്റ് ആവാൻ പറ്റും. പക്ഷെ നല്ലൊരു പാരന്റ് ആവുക എന്ന് പറയുന്നത് കുറച്ച് ടഫുള്ള കാര്യമാണ്. ഒരിക്കലും വിചാരിക്കരുത് ഒരു ഈസി ടാസ്ക് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പക്ഷെ ഇത് കുറച്ച് നമ്മൾ അങ്ങേയറ്റം എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അധികം പറയുന്നത് നമ്മള് കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു പാർട്ട്ണറിനെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും നമ്മളൊരു കുട്ടിയുടെ ഒരു ഉപ്പാനെയോ ഉമ്മാനെയോ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളെല്ലാവരും എന്ത് പറയും, മാതാപിതാക്കളുടെ കടമകളെ കുറിച്ചിട്ട് പറയും. മാതാപിതാക്കൾക്ക് ഇന്ന കടമയുണ്ട്, ഇന്ന കടമയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരാളും സംസാരിക്കാത്തൊരു ടോപ്പിക് ഉണ്ട്, മക്കളുടെ കടമ എന്താണെന്നുള്ളത്. അപ്പൊ മക്കളുടെ കടമയിലെ ഫസ്റ്റത്തെ റൈറ്റ് ആണ് ആ കുട്ടിക്ക് നല്ലൊരു ഉമ്മാനെയോ ഉപ്പാനെയോ കൊടുക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ശരിക്കും നല്ലോണം ഇതിനെ പറ്റിയിട്ട് അറിവ് നേടുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് ഇവിടെ വന്നത് ഭയങ്കര എന്താ എന്റർടൈൻമെന്റ് ചെയ്യാനോ ഭയങ്കര ജോളി അടിക്കാനോ ഒന്നും അല്ല അല്ലെ. നമ്മൾ ഇവിടെ വന്നത് പഠിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വിചാരിച്ചാല് ഈ ഒരു സെഷന് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. വെറുതെ തമാശക്ക് ഒരു ലിങ്ക് ഉണ്ടല്ലോ കയറി വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, ജസ്റ്റ് കുറെ ക്ലാസ് ഞാൻ ഇസ്ലാമിക് പാരന്റിനെ പറ്റിയിട്ട് കേൾക്കാറുണ്ട്, ഞാൻ ഇതൊന്ന് കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ വരാതെ സീരിയസ് ആയിട്ട് എനിക്ക് എൻ്റെ കുട്ടികളെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കാൻ ഒരു വഴി എന്താണ് യാ റബ്ബേ എന്ന് ചോദിച്ചിട്ട് തന്നെ ഇവിടെ വന്നിട്ടിരിക്കുക. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സീരിയസ്നെസ് അല്ല. അപ്പൊ എന്താക്കുക, സീരിയസ് ആയിട്ട്, കാരണം നമ്മളെ മക്കളും നമ്മളെ അമാനത്താണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു ചോദിക്കും എങ്ങനെ വളർത്തി എന്നുള്ളത്. കാരണം അമാനത്താണ്. ഉറപ്പായിട്ടും ഓരോന്നിനും ചോദ്യം ഉണ്ടാവും. അപ്പം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് സീരിയസ് ആയിട്ട് എടുക്കുക. കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊന്നും ഇത് കേൾക്കാതിരിക്കുക. അത്രയും സീരിയസ് ആയിട്ട് എടുക്കുക എന്ന് ഉദ്ദേശം, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത് എന്തിനാണ്? എല്ലാവരും പറയും നമ്മൾ പാരന്റിങ് കോഴ്സിനാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു പാരന്റിങ് കോഴ്സോ ഒന്നുമല്ല. ഓക്കെ, കാരണം ഒരുപാട് പാരന്റിങ് കോഴ്സ് നിങ്ങൾ കേറിയിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ടോപ്പിക്കിൽ കണ്ടാൽ മനസ്സിലാവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് എങ്ങനെയാ പെരുമാറിയത്, കുട്ടികളെ എങ്ങനെയാ വളർത്തിയെടുത്തത്, ഇതൊക്കെയാണ് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ എങ്ങനത്തെ നല്ല പാരന്റ് ആവണം, ഞാൻ എങ്ങനെ എന്ത് കുട്ടിക്ക്, ഇപ്പം കുട്ടി എന്തെങ്കിലും ആൽക്കഹോളിൽ അഡിക്റ്റഡ് ആയോ, ഡ്രഗിൽ അഡിക്റ്റഡ് ആയോ, ഹിജാബ് ധരിക്കുന്നില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതൊന്നും ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ടോപ്പിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കുട്ടികളോട് പെരുമാറി, ഈ ഒറ്റ ടോപ്പിക്കിൽ മാത്രമാണ് ഈ 8 ദിവസത്തെ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായ വാക്കുകളൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ,
കാരണം നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. ആ പാരന്റിങ് ക്ലാസ്സിൽ കേട്ടത് തന്നെ ഇപ്പുറത്തെ പാരന്റിങ് ക്ലാസ്സിൽ കേൾക്കേണ്ടി വരും, അപ്പുറത്തെ പാരന്റിങ് ക്ലാസ്സിൽ കേൾക്കേണ്ടി വരും. അപ്പൊ അതിനോട് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ജസ്റ്റ് ഒരു ടോപ്പിക്ക് മാത്രമാണ് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ വളർത്തിയത്. അതായത് നമ്മൾ പുതിയൊരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ്. അതായത് നമ്മൾ പുതിയൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്, അവിടുത്തെ സ്ഥലം എന്താണ്, അവിടുത്തെ ഫുഡ് എന്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. സെയിം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറിയത്, അതാണ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്താന്ന് വിചാരിച്ചാല്, നിങ്ങളെല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ വായിച്ചിട്ടുണ്ടാവൂലേ? വായിച്ച ആൾക്കാരുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ? യെസ്, എല്ലാവരും വായിച്ചിട്ടുണ്ട് അല്ലെ? അധികം ആൾക്കാരും വായിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ആ സീറ റിട്ടേൺ ചെയ്തത് എന്നുള്ളത്, എങ്ങനെയാണ് ആ സീറ എഴുതിയെന്നുള്ളത്? ചില ആൾക്കാർ ഇത് എന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഓക്കെ, എന്റെ ഒരു ഡൗട്ട് ആയിരിക്കാം, എനിക്ക് എന്റെ മൈൻഡിൽ വന്ന ഡൗട്ട് ആയിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടോ ആ സീറ റിട്ടേൺ ചെയ്തത്, ആ സീറന്റെ ബുക്ക് വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ബുക്ക് എഴുതിയെന്നുള്ളത്? ആ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ സീറ, ജസ്റ്റ് ആ ഒരു ഹെഡിങ് എനിക്ക് പ്രശ്നമില്ല, ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രമാണ് അല്ലെ, പക്ഷെ എങ്ങനെയാണ് അത് എഴുതിയെന്നുള്ളത് ആരെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ജീവചരിത്രം പോകുന്നത്? ആർക്കെങ്കിലും പറയണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ഓക്കെ. നോക്കിയിട്ടില്ല ആരും? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സീറ പൊതുവെ എല്ലാ സീറ ബുക്കുകളിലും എഴുതിയത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങള്, പിന്നെ മക്ക പീരീഡ്, പിന്നെ സഹാബാക്കളുടെ കഷ്ടതകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ മദീന പീരീഡ് വന്നു, മദീനയിലേക്ക് പോയി, പിന്നെ ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായി, ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, അങ്ങനെ ഓരോരോ യുദ്ധങ്ങളായിട്ട് പിന്നെ പ്രിപ്പറേഷൻ പോകുന്നതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് ആയിട്ട് മരിക്കുന്നത്. ഓക്കെ, ഇതായിരിക്കൂലേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക? ആണല്ലോ. യെസ്, യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും കുറച്ച് മെച്ചുവേർഡ് ആയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് സീറോ ഒക്കെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത്. ദഅവത്താണ് അല്ലെ? യുദ്ധത്തിലായിക്കോട്ടെ, 23 വർഷമായിക്കോട്ടെ, അവിടെ ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ആ ഒരു പുസ്തകം, ആ ഒരു ബുക്ക്, സീറ എഴുതിയ ആ ഒരു ബുക്ക് നമ്മുടെ ചെറിയ മക്കള് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഒരു ഇംപ്രഷൻ ഉണ്ടാവുക എന്നുള്ളത്? എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അതായത് അവർ വിചാരിക്കുമ്പോ എന്താ ഉണ്ടാവുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് അടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നു, പിന്നെ അടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നു, ഇത് ഫുൾ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണല്ലോ എന്നുള്ളത്. ഇതായിരിക്കൂലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിട്ടുള്ള ഒരു ഇംപ്രഷൻ, ഒരു കുട്ടിയുടെ ഇംപ്രഷൻ. ഇപ്പത്തെ ഒരു 10 വയസ്സുള്ള 11 12 വയസ്സുള്ള കുട്ടികൾ ബുക്കൊക്കെ വായിക്കൂലേ? അപ്പം ഒരു കുട്ടി ബുക്ക് വായിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത യുദ്ധത്തിൽ അടുത്ത യുദ്ധം, അടുത്ത യുദ്ധത്തിൽ അടുത്ത യുദ്ധം. ഒരു ചെറിയ കുട്ടികളുടെ ഇംപ്രഷൻ എന്തായിരിക്കും ഉണ്ടാവുക? ഒരിക്കലും ഹീറോ എന്നൊക്കെ തോന്നണമെങ്കിൽ ജസ്റ്റ് അത് അങ്ങേയറ്റം ആ ഒരു മെച്യൂർഡ് ലെവലിൽ എത്തണം. ഒരു 9, 10, 12 വയസ്സുള്ള കുട്ടിയൊക്കെ കാണുന്നതാണ് യുദ്ധം, 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 യുദ്ധം. പക്ഷെ ആ കുട്ടിയുടെ ഇംപ്രഷൻ ഒരു യുദ്ധത്തിൽ നിന്ന് അപ്പുറത്തെ യുദ്ധത്തിലേക്ക് പോകുന്നത് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ മറന്നുപോയത്, ഫോക്കസ് ചെയ്യാൻ മറന്നുപോയ കാര്യം എവിടെയാണ്? ആ യുദ്ധത്തിന്റെ നടുക്ക് എന്ത് സംഭവിച്ചു? അതായത് ഈ ഉഹുദ് യുദ്ധവും ഈ ബദർ യുദ്ധവും ഉഹദ് യുദ്ധത്തിന്റെയും ഇടയിൽ എന്താ സംഭവിച്ചത്? ഉഹദ് യുദ്ധവും ഖന്തക് യുദ്ധത്തിന്റെയും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, എങ്ങനെയാണ് ആ ഒരു സമയത്ത് കുട്ടികൾ അവിടെ വളർന്നിരുന്നു എന്നുള്ളത് എവിടെയും ഒരു പുസ്തകത്തിലും പറയാൻ വേണ്ടി റെഡി ആകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇത് എന്റെ ഒരു ഡൗട്ട് മാത്രമാണ്, നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നതാണ്, അവിടെ സെറ്റിൽ ആവുന്നതാണ്. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് സംസാരിക്കുന്നുണ്ട്, കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്, സഹാബാക്കളോട് പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, മാർക്കറ്റില്
ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു സാധാ ഒരു മനുഷ്യന്റെ ഒരു ജീവിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു നോർമൽ ലൈഫ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. ആ ഒരു നോർമൽ ലൈഫ് എന്തായിരുന്നു, ആ ഒരു ജീവചരിത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം എന്ന് പറയുന്ന ആ ഒരു ബുക്കില് നമുക്കൊരു നോർമൽ ലൈഫ് നമ്മൾ അവിടെ കാണുന്നില്ല. അത് അധികവും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയാം, അവിടത്തേക്ക് അധികവും പോയിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇതൊരു ക്യാമറ കണ്ണിലൂടെ നോക്കുക. ക്യാമറ അവിടെ ഉണ്ട്, ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിൽ മാത്രമാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലും എങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ ചുട്ടുപൊള്ളുന്ന അവിടെ കിടക്കുന്ന സമയത്ത് അഹദുൻ അഹദുൻ പറഞ്ഞ ആ ഒരു ഏരിയ ഒന്നും ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളും മാത്രം. ഒരു യുദ്ധമില്ല, ഒരു വാളില്ല, ഒരൊച്ചപ്പാടില്ല, ഒന്നുമില്ല, ജസ്റ്റ് കുട്ടികൾ മാത്രം. യുദ്ധത്തിന് വേണ്ടി പ്രിപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടെ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ, ഓരോന്നും വൺ ബൈ വൺ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല, ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ടീനേജ് ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13, 14, 15 വയസ്സിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ടീനേജ് ലൈഫ്? എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗേൾസിനോട് പെരുമാറിയത്? എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ആ ഒരു ടൈം, ആ ഒരു മക്ക കാലഘട്ടം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് കള്ള് അങ്ങനത്തെ ആ ഒരു സ്റ്റേജ് ആയിരുന്നു. കാരണം ഒരുപാട് സഹാബാക്കൾക്കൊക്കെ കള്ളിൽ എഡിക്റ്റഡ് ആയ ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടീനേജ് ലൈഫ് കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ആ ടീനേജ് ലൈഫ് മുന്നോട്ട് പോയത്? നമ്മളെ പൊതുവെ അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല അല്ലെ. അപ്പം ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, ഓക്കെ, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചൈൽഡ്ഹുഡ്, അതൊക്കെ നമ്മൾ അറിയണം അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ഇപ്പത്തെ കാലത്തെ കുട്ടികളോട് പറയും ഇപ്പത്തെ ജനറേഷൻ എന്താ ഇങ്ങനെ, ഇപ്പത്തെ ജനറേഷൻ എന്താ അങ്ങനെയാന്നുള്ളത്. പക്ഷെ ആ ജനറേഷൻ അങ്ങനെ വളരാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ ഞാനിവിടെ ഫോക്കസ്, നമ്മളിപ്പോ ഭയങ്കര യുദ്ധത്തിന്റെ കാലഘട്ടത്തിലൊന്നല്ല ജീവിക്കുന്നത്. ഓക്കെ, അതായത് നമ്മള് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് യുദ്ധങ്ങളോ ഒന്നും ഇല്ല അല്ലെ. അപ്പൊ യുദ്ധങ്ങളൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് യുദ്ധത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ജസ്റ്റ് യുദ്ധത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണ്ടെന്നല്ല, യുദ്ധത്തിലും ഫോക്കസ് ചെയ്യണം, അതിലും ഒരുപാട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ജസ്റ്റ് യുദ്ധത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് കുട്ടികൾ ആ സമയത്ത് എങ്ങനെയാ വളർന്നെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന എന്താന്ന് വെച്ചാല്, കുട്ടികളെ ഒരു ബ്ലോക്ക് ആയിട്ടാ കാണാൻ പോകുന്നത്. അതായത് നമ്മള് കളിക്കുന്ന ബ്ലോക്സ് കണ്ടിട്ടില്ലേ, നമ്മൾ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന ഓരോരോ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് അറിയൂലേ. അപ്പൊ കുട്ടികളുടെ സ്വഭാവം നമുക്ക് ഓരോ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ഈ ബ്ലോക്ക് വെക്കുന്നത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എങ്ങനത്തെ ബ്ലോക്സ് നമ്മൾ കാണാൻ പോകുന്നത്? ഇമോഷണൽ ബ്ലോക്ക് ഉണ്ട്, മോറൽ ബ്ലോക്ക് ഉണ്ട്, സെക്ഷൽ ബ്ലോക്ക് ഉണ്ട്, സോഷ്യൽ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 4 ബ്ലോക്സ് നമ്മൾ കാണാൻ പോകുന്നതാണ്. അപ്പം ഈ ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ കുട്ടികളോട് ഒരു കാര്യം ചെയ്യെന്ന് പറയുമ്പം, ഹിജാബ് ഇട് എന്ന് പറയുമ്പം, നമസ്കരിക്കുക എന്ന് പറയുമ്പം അവർക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. അവർ അത് കേട്ടപ്പം വേഗം പോയിട്ട് ചെയ്തിരുന്നു. നമ്മുടെ കാലത്ത് കുട്ടികളോട് ഒരു കാര്യം ചെയ്യുന്ന പറയുമ്പം എന്താ അവരുടെ ഫസ്റ്റ്, അത് എന്തിനാ ഞാൻ ചെയ്യേണ്ട ആവശ്യം, ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ ഇത്ര വലിയ പ്രശ്നം? കാരണം അത് അവർ കൺഫ്യൂസ്ഡ് ആണ്, അവർക്കറിയില്ല. കാരണം നമ്മുടെ ബേസ് നമ്മൾ ശരിക്കാക്കി കൊടുത്തിട്ടില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മെല്ലണ ബ്ലോക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആദ്യം ഇമോഷണൽ ബ്ലോക്ക് വെച്ചു, മോറൽ ബ്ലോക്ക് വെച്ചു, സോഷ്യൽ ബ്ലോക്ക്, സെക്ഷൽ ബ്ലോക്ക്, അങ്ങനെ ഓരോരോ ബ്ലോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലണ വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് എന്താ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം പേഴ്സണലി എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഹിസ്റ്ററി റിസർച്ച് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾക്ക് കുറച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി തരാം. ഹസൻ, ഹുസൈൻ, അബ്ദുല്ല ഇബ്നു ഉമർ, അലി ഇബ്നു അബി താലിബ്, ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, ഈ സഹാബാക്കളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവരെയും അറിയില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാവരെയും അറിയാം അല്ലെ. പക്ഷെ
നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എങ്ങനെയാണ്? ഭയങ്കരമായ സഹാബാക്കളാണ് അല്ലെ? അവർ എല്ലാവരും ഭയങ്കരമായ സഹാബാക്കളാണ്. ഇവരെ ചൈൽഡ്ഹുഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സഹാബി ആണെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ഭയങ്കരമായിട്ട് നന്നായിരിക്കണം അല്ലെ? അപ്പൊ ഇവരുടെ ചൈൽഡ്ഹുഡ് എന്താണ് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വലിയ സഹാബി അതൊന്നുമല്ല, അവരുടെ ചെറിയ കാലഘട്ടം, അവർ കുട്ടികളായിരുന്ന സമയത്ത് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇൻഷാ അള്ളാഹ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഇൻഷാ അള്ളാഹ് ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാല്. അവരുടെ ചെറിയ കാലഘട്ടം എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ വെച്ചേന്നുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് മുതൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ഫീൽ ചെയ്യാം? ഒരു സിനിമ കാണുന്ന പോലെ ഫീൽ ചെയ്യാം. ഇനി അസ്തഗ്ഫിറുല്ലാഹ് ഇതെന്തൊക്കെയാ പറയുന്നത്, സിനിമ എന്നൊക്കെ പറയുന്നത്, അങ്ങനൊന്നും വിചാരിക്കണ്ട. സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ അനങ്ങുന്ന മൂവ് ചെയ്യുന്ന ആൾക്കാരെ ഒരു ഇതിൽ കാണുന്നതെന്നാണ്. ഒരു സ്ക്രീനിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരെ കാണാം. അതാണ് മൂവിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് ഈ ഒരു സെഷന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിനിമ കാണുന്നത് പോലെ, ഒരു മൂവി കാണുന്നത് പോലെ എന്താക്കുക, നിങ്ങൾ മൈൻഡിൽ കാണുക. ആ മൂവിയിൽ 2 ആൾക്കാരാണുള്ളത്. ഒന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ ആരാണ്? കുട്ടികളാണ്. ഓക്കെ, രണ്ട് ആൾക്കാരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇന്ന് ഞാൻ 2 ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നതാണ്. കാരണം ഇനി നെക്സ്റ്റ് നമ്മൾ ശരിക്ക് മൂവിയിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ ഈ കുട്ടികളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ കടക്കണം. ഓക്കെ, ഈ കുട്ടി ഇങ്ങനെയായിരുന്നു, ഈ കുട്ടിന്റെ ഏജ് ഇങ്ങനെയായിരുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു, ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഈ മൂവിയിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലവും കുട്ടികളും ആരൊക്കെയാണ്? അപ്പൊ എന്റെ ഫസ്റ്റത്തെ ചോദ്യമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ ക്യാമറ ഫോക്കസ് ചെയ്യാൻ പോകുന്നതാണേ. നമ്മൾ ക്യാമറ എടുത്തു, നമ്മളെ ക്യാമറ നേരെ ഫോക്കസ് ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. എത്ര ആൾക്കാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരറിയാം? അറിയുന്ന ആൾക്കാർക്ക് ടൈപ്പ് ചെയ്തിട്ടോ ഇട്ടോ, നിങ്ങൾക്ക് പേരറിയുമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് മുഹമ്മദ് ഇബ്ൻ അബ്ദുള്ള, മുഹമ്മദ് ഫുൾ നെയിം, ഞാൻ ഫുൾ നെയിം ആണ് ചോദിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ. ഓക്കെ, മുഹമ്മദ് ഇബ്ൻ അബ്ദുള്ള. ഓക്കെ, അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് ഇബ്ൻ അബ്ദുള്ള ഇബ്ൻ അബ്ദുൽ മുത്തലിബ് ഇബ്ൻ ഹാഷിം ഇബ്ൻ അബ്ദുൽ മനാഫ് ഇബ്ൻ ഖുസൈ ഇബ്ൻ ഖിലാബ് ഇബ്ൻ മുറ ഇബ്ൻ ഖഅബ് ഇബ്ൻ ലുഗൈ ഇബ്ൻ ഖാലിബ് ഇബ്ൻ ഫിർ. ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം? അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ ലാസ്റ്റ് നമ്മൾ എവിടെ എത്തും? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് എത്തും. അപ്പം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. പക്ഷെ ഞാൻ ഇതെന്തിനാ ഇതെങ്ങനെ പഠിക്കേണ്ട ആവശ്യം? വൈ? ബിക്കോസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല്, ഓക്കെ, നമ്മൾ ഇൻഷാ അള്ളാ സ്വർഗത്തിലെത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, യാ റസൂലുള്ളാഹ്, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് മുഹമ്മദ് എന്ന് മാത്രമല്ലായിരുന്നു അറിഞ്ഞത്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പാപ്പന്റെ ഒക്കെ പേര് എനിക്ക് അറിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് എന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിലേഷൻ എങ്ങനെയായിരിക്കും? എത്രത്തോളം ആയിരിക്കും ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാല്? ജസ്റ്റ് എന്നാലും എനിക്ക് നിന്റെ പേര് നമ്മൾ ഒരാളോട് പറയുന്നത്, എനിക്ക് നിന്റെ പേര് മാത്രമല്ല, നിന്റെ ഉപ്പാപ്പന്റെ അത്രയും എനിക്ക് നിന്നെ പറ്റിയിട്ട് അറിയാന്ന് പറയുമ്പോൾ അത്രയും ഒരു കണക്ഷൻ അവിടെ വരും അല്ലെ? അപ്പൊ സെയിം ആണ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പേരുകളും ഉപ്പാപ്പന്റെ പേരൊക്കെയും എനിക്കറിയാം, അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു യാ റസൂലുള്ളാഹ് എന്നുള്ളത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അപ്പൊ എന്താ, ഈവൻ നമ്മള് അത് പഠിക്കാൻ വേണ്ടി ട്രൈയും കൂടി ചെയ്യുന്നില്ല, നമ്മള് ജസ്റ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജസ്റ്റ് എന്താക്കുക, നമ്മൾ അതൊന്ന് ട്രൈ എങ്കിലും ചെയ്യാം, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കറക്റ്റ് പേര് എന്നുള്ളത് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാം. മുഹമ്മദ് ഇബ്ൻ അബ്ദുള്ള ഇബ്ൻ അബ്ദുൽ മുത്തലിബ് ഇബ്ൻ ഹാഷിം ഇബ്ൻ അബ്ദുൽ മനാഫ് ഇബ്ൻ ഖുസൈ ഇബ്ൻ ഖിലാബ് ഇബ്ൻ മുറ ഇബ്ൻ ഖഅബ് ഇബ്ൻ ലുഗൈ ഇബ്ൻ ഖാലിബ് ഇബ്ൻ ഫിർ. ഓക്കെ, ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് 570 ACയിലാണ്. നുബുവത്ത് കിട്ടിയത് 40 വയസ്സിലാണ്. ഇതൊക്കെ
ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, കാര്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ജസ്റ്റ് ആലോചിക്കുക, മക്ക പീരീഡ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷവും മദീനയില് 10 വർഷവും. 13 വർഷം എന്ന് പറഞ്ഞാല് 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 40 വയസ്സ് മുതൽ 53 വയസ്സ്. മദീനയിലാണെങ്കിൽ 53 മുതൽ 63 വയസ്സ് വരെ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് വിചാരിച്ചാല് നിങ്ങൾ മനസ്സിലാക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന കുട്ടികള് 10 വയസ്സാണ്. 10 വയസ്സുള്ള ഒരു കുട്ടി സംസാരിക്കുന്നത്, അതായത് അനസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ 10 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് 60 വയസ്സുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഈ ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. അപ്പൊ നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മനസ്സിലാക്കി, ജനിച്ചത് മനസ്സിലാക്കി, വയസ്സ് മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനെന്നാണ്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. തിർമിദിയിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുട്ടികളെ മാത്രമാണ്. കുട്ടികൾ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്, അത് മാത്രമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഫേസ് നോക്കാനാണെങ്കിൽ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ചില കുട്ടികൾ ചില ആൾക്കാരുടെ മുഖം കാണുമ്പം ചിലപ്പോ കരയുന്നുണ്ടാവും, ചിലപ്പം ചിരിക്കുന്നുണ്ടാവും. ചില ആൾക്കാരെ കാണാൻ നല്ലോണം ചിരിക്കും, ചില ആൾക്കാരെ കണ്ടാൽ കരയും. അതിന്റെ അർത്ഥം എന്താ? ആ കുട്ടിയുടെ മൈൻഡില് എന്തോ ഒന്ന് അയാളെ കാണുമ്പോ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫേസ് ഒരു വലിയ ഘടകമാണ്. ഒരു കുട്ടി ഫേസിലേക്ക് നോക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം ആ ഫേസിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കുട്ടി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കുട്ടി കാണാൻ പോകുന്നത്? ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭയങ്കര സ്റ്റൈലും ഭയങ്കര രസമാണ് കാണാൻ, അതൊന്നുമല്ല. അതൊക്കെ നമ്മൾ വലിയ ആൾക്കാർക്ക് വേണ്ട കാര്യമാണ്. ഒരു കുട്ടി മുഖത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താ കാണേണ്ടത്? ആ ഒരു കാംനെസ്, ആ ഒരു കംഫേർട്ട്, ഇതായിരിക്കണം ആ കുട്ടിക്ക് ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ കാണേണ്ടത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നാണ്. ഒരിക്കൽ അൽ ബർറ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത ഒരാൾ ചോദിക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും വാളിനേക്കാളും വാളിന്റെ അത്ര ബ്രൈറ്റ്നെസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാന് ചന്ദ്രനെ പോലത്തെ വെളിച്ചാണ്, അത്രയും ബ്രൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാട്ടെ, ഏതെങ്കിലും ഒരു കുട്ടി ചന്ദ്രനെ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത്രയും ആ ഒരു പ്രകാശനം, ഭയങ്കര സന്തോഷാണ് അല്ലെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ എന്താണ്, ഭയങ്കര ആ ഒരു ചന്ദ്രനെ പോലത്തെ അത്രയും ബ്രൈറ്റ്നെസ് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. ഒരിക്കലും ഒരു ജൂതമതത്തിൽ ഇവിടെ റാബായികൾ ഉണ്ടാവുമല്ലോ. റാബായി എന്ന് പറഞ്ഞാൽ നമ്മളെ മതത്തിലെ ഉസ്താദുമാർക്ക് പോലെ ജൂതന്മാരിലെ റാബായികൾ. അതിൽ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവട മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് കളവ് പറയാത്ത ഒരാളുടെ മുഖമാണ്. അത് മതിയായിരുന്നു എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എന്ന് പറയുന്നത് അത്രയും ബ്രൈറ്റ്നെസ് ആണ്. ഹെയർ ആണെങ്കിൽ ഭയങ്കര ക്ലീൻ ആണ്, മുടിയാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആണ്, ബ്ലാക്ക് കളർ ആണ്. ഈവൻ 60 വയസ്സായപ്പോഴും ആ ഒരു ടൈം 20 നരച്ച മുടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഭയങ്കര സ്ട്രെസ് അടിച്ചിട്ടോ എന്റെ പണി പോയിട്ടോ അതൊന്നുമല്ല, നമുക്കറിയാലേ എന്തുകൊണ്ടാണ് ആ ഒരു നരച്ച മുടി വന്നതെന്നുള്ളത്. അപ്പം ഇനി എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്? നരച്ച മുടി ഉണ്ടോ, നരച്ച മുടി ഇല്ലേ, ഇതൊക്കെ ഞാൻ എന്തിനാ പറയേണ്ട ആവശ്യം? കാരണം ഒരു കുട്ടി 60 വയസ്സുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് എങ്ങനെയാണ്? പ്രായമായി ഇങ്ങനെ നടക്കാൻ കഴിയാതെ അങ്ങനെയൊന്നുമല്ല, ഒരു 20 നരച്ച മുടി മാത്രമേ കാണൂ, അത്രയും ബ്ലാക്ക് ഹെയർ ആണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ തന്നെ കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും ആ ഒരു ഏജിലും അത്രയും ഭയങ്കര ഫിറ്റ്നസോട് കൂടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അപ്പം ഒരു കുട്ടി 6, 7, 8 വയസ്സ്, ഒരു 10 വയസ്സുള്ള കുട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്ന സമയത്ത് അത്രയും ഒരു കംഫർട്ട് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇനി നമ്മൾ കണ്ണ് നോക്കുകയാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? നല്ല ബ്ലാക്ക് കളറാണ്. അതിന്റെ കൂടെ ബ്ലാക്കിന് ബ്ലാക്ക്, വൈറ്റിന് വൈറ്റ്, ഒരു റെഡ് കളർ വെയിനോ നമ്മുടെ സൈഡിൽ കാണുന്ന റെഡ് കളർ ആ വെയിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൈലാണ്, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതാണ്. നമ്മൾ അധികം ആൾക്കാരുടെ പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കരഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കരഞ്ഞുകൊണ്ടിരുന്നതാണ്. ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴാണ്? അതൊക്കെ ഓരോ ടൈമിനാണ്. ദുആ ചെയ്യുന്ന സമയത്ത്, വഹി ലഭിക്കുന്ന സമയത്ത്, യുദ്ധത്തിന്റെ സമയത്ത്. എല്ലാ സഹാബാക്കളും പറഞ്ഞൊരു കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പുഞ്ചിരിക്കുന്നത് പോലെ വേറെ ഒരാളെയും നമ്മൾ കണ്ടിരുന്നില്ല എന്നാ പറഞ്ഞത് അല്ലെ. അപ്പം അത്രയധികം ആ ചിരിച്ചുകൊണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു കുട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനെ കാണുന്നു. നല്ല മുടി, നല്ല മുഖം, നല്ല കംഫേർട്ട് ആണ്, നല്ല എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പുറത്തെ ഇത് മാത്രമാണ് പറയുന്നത്, ഉള്ളിലുള്ള സ്വഭാവങ്ങൾ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് പുറത്തെ അപ്പിയറൻസ് മാത്രമാണ് പറയുന്നത്. അപ്പം ഓരോ ദിവസവും ഇങ്ങനെ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഇഷ്ടം ഇങ്ങനെ, കാരണം എന്താ, ഒരാൾ ഇങ്ങനെ എന്നും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികളോട്. അപ്പൊ അത്രയധികം അവർക്ക് എന്താണ് ആ ഇഷ്ടം ഇങ്ങനെ കൂടി 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 വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിപ്സ് നോക്കാം. ലിപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വൈഡ് ആണെന്നാ പറയുന്നത്. എന്തും വാക്കുകൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും. കൂടെ തന്നെ എന്താ, വായ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല, മഞ്ഞ കളർ പല്ലില്ല, എന്നും മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ലാസ്സിലാണോ വന്നതെന്നുള്ളത്. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഒരു കുട്ടി ഒരു വലിയ 60 വയസ്സുള്ളതും 53 വയസ്സുള്ളതും സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ കുട്ടി കണ്ടതെന്നാണ്. നമ്മളിപ്പോ ആണെങ്കിൽ നമ്മളൊരു പ്രായത്തിൽ കഴിഞ്ഞാല് ആണുങ്ങളാണെങ്കിൽ കുറച്ച് വലിയ വയറുണ്ടാവും, നമുക്കാണെങ്കിൽ മുട്ടുവേനായിരിക്കും, കാലുവേനായിരിക്കും, കഴിയുന്നില്ല. കുട്ടികൾ കളിക്കാൻ വിളിച്ചാൽ നീ പോയാട്ടെ, എനിക്ക് കാലുവേദന എടുത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിന്ന് പറഞ്ഞു പോകൂലെ. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറ്റ് ആയിരുന്നു. എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സംസാരിച്ചാലും അത് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഓക്കെ, അത് മാത്രല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് ഹദീസ് ഉണ്ട്, ദേഷ്യം പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അതിന്റെ ഓരോരോ സാഹചര്യം അനുസരിച്ചിട്ട് മാത്രമേ സംസാരിക്കലുള്ളൂ. ഇപ്പം ഒരാളുടെ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയായിരുന്നു ആ ഒരു വ്യക്തി ദേഷ്യം പിടിക്കാതിരുന്നെങ്കിൽ അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് ആ ഒരു വ്യക്തിനോട് എന്ത് പറഞ്ഞത്, ദേഷ്യം പിടിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടും പെരുമാറിയിരുന്നത്. കുട്ടികളോട് പെരുമാറിയത് എന്താ, സെയിം ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കെങ്കിലും അറിയോ? ഏറ്റവും കൂടുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓക്കെ, ഒരു ക്ലൂ തരാം. ഇബാദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നമസ്കാരം അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ആ സെയിം ഇഷ്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് വേണ്ടിയിട്ട് ചുരുക്കുമായിരുന്നു അല്ലെ. കുട്ടികളെ കരയുന്നുണ്ടെങ്കിൽ ആ നമസ്കാരം അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കരിക്കുക, അള്ളാഹിനോട് സംസാരിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ആ അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചുരുക്കി നമസ്കരിക്കുമായിരുന്നു, വേഗത്തില് തീർക്കുമായിരുന്നു നമസ്കാരം. അപ്പൊ നമ്മൾ എന്താക്കി, നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ എങ്ങനെയാന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് കണ്ണ്, എങ്ങനെയാണ് ലിപ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൈൽഡ്ഹുഡ് ആണ്. എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത് എന്നുള്ളത്. പൊതുവേ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയില്ല, ഉപ്പയില്ല, യതീമാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ചൈൽഡ്ഹുഡ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഹെൽത്തി ചൈൽഡ്ഹുഡ് ആണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴൊക്കെ സമയം കിട്ടിയോ അപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. കളിക്കുക എന്നാണ് ഏറ്റവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഫാമിലിയാണ്, വലിയൊരു കുടുംബമാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 10 അങ്കിളും 6 ആന്റിയും ഉണ്ടായിരുന്നു. ഓക്കെ, 10 അങ്കിളും 6 ആന്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കണേ, അവരിൽ മക്കളുണ്ട്. ഇവരിൽ 10 അങ്കിളിലും 6 ആന്റിയിലും മക്കളുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്ര വലിയ ഫാമിലിയാന്നുള്ളത്. ആ എല്ലാ മക്കളെ കൂടിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കളിച്ചോണ്ടായിരുന്നുണ്ട്. ഹാഷിമൈറ്റ് ഫാമിലി എന്നാ പറയാം. എന്നും കളിച്ചോണ്ടിരിക്കണ്ടായിരുന്നു. ഇത്രയും വലിയ ഫാമിലിയാണ്. കളിക്കുക എന്നാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് ഈ ലാസ്റ്റത്തെ ഒരു ലൈൻ നിങ്ങൾ നോക്കിയാൽ മതി, എന്ന് പറയും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് കിട്ടിയോ കളിക്കുക.
കളിച്ചിട്ട് മതിയാവൂല. അങ്ങനത്തെ കാര്യമാണ് നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ പറ്റുക. നമ്മളിപ്പോ കുട്ടികളോട് പറയാം, ഇതെന്നാ ഫുൾ ടൈം കളി തന്നെ കളി. കുട്ടികളാണ് കളിക്കണ്ടേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മുതൽ രാത്രി വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രാവിലെ മുതൽ രാത്രി വരെ കളിച്ചോണ്ടിരിക്കും എന്നാ പറയുന്നത്. അപ്പം എത്ര കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും അവരുടെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ആവും എന്നാ പറയുന്നത്. അപ്പം പൊതുവെ നിങ്ങൾക്ക് ആലോചിച്ചൊക്കെ പറയാം, കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കും. കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് ചിരിക്കും, കളിക്കും, തമാശ പറയും, അങ്ങനത്തെ പല രീതിയാണ് അല്ലെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 അങ്കിളുണ്ട്, 6 ആന്റി ഉണ്ട്, അവരിൽ മക്കളുണ്ട്, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കളിക്കൽ മാത്രമായിരുന്നു ആ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടായത്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുൾ ടൈം കളിച്ചോണ്ടിരിക്കുന്നായിരുന്നു. ഫുൾ ടൈം കളിക്കുക. ഇല്ല അല്ലെ. നമ്മൾ ചിന്തിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് അത് ഇത് ഫുൾ അത് മാത്രാണ്. പക്ഷെ ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൈൽഡ്ഹുഡ് അത്രയും ഭയങ്കരായിരുന്നു. ഇത്രയും വലിയ കുടുംബത്തിൽ അത്രയും കുറെ ആൾക്കാരായിട്ട് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ അത്രയും രസമായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അപ്പിയറൻസ് എങ്ങനെയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് നോക്കി, ചിരിക്കുന്നത് എങ്ങനെ, ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരും, ചൈൽഡ്ഹുഡ് നോക്കി. ഇനി ഞാന് നെക്സ്റ്റ് നിങ്ങളെ കൊണ്ട് പോകുന്നത് അടുത്ത ക്യാരക്ടറാണ്. നമ്മളിപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ നമുക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ നെക്സ്റ്റ് സെഷൻ മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഭയങ്കര ഫിറ്റ് ആണ്, 60 വയസ്സായാലും അങ്ങനെ നല്ല ബ്ലാക്ക് ഹെയർ ആണ്, ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ നിങ്ങളെ അടുത്ത കുട്ടികളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതാണ്. ഫസ്റ്റത്തെ കുട്ടി എന്ന് പറയുന്നത് സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത് അനസ് ഇബ്നു മാലിക്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇത് അനസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് 103-ാമത്തെ വയസ്സിലാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ലേ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയാണ്. വലിയതായിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല, കുട്ടികളിലാണ്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടില് പണിക്കുള്ള ആ ഒരു ഇതാണല്ലോ, ആ ഒരു ഏജിലാണല്ലോ, വീട്ടിൽ നിൽക്കുന്ന ആളായിരുന്നല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫുൾ ടൈം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കണ്ടോണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? അനസ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന് 20 വയസ്സാണ്. ഓക്കെ. അപ്പം ഇനി ഞാൻ എപ്പോഴും ഏത് സെഷനിൽ അനസ് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അനസ് റളിയല്ലാഹു അൻഹു മദീനയിലാണ്, മക്കയിലില്ല. മക്ക എന്ന് പറയുമ്പോൾ അവിടെ അനസ് റളിയല്ലാഹു അൻഹു ഇല്ല, മദീനയിലാണ് അനസ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അടുത്തത് ഹസ്സൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെയും മക്കള് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ ഒരു വയസ്സിന് താഴെയുള്ളതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 56 വയസ്സാകുമ്പോഴാണ് അൽ ഹസൻ ജനിക്കുന്നത്. ഓക്കെ. എന്തിനാ ഞാനിപ്പോ ഇത് പറയുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ട് ഞാൻ സെഷന് പോകുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കളിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ത് മൈൻഡിൽ വരണം? 56 വയസ്സുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, ഹസൻ റളിയല്ലാഹു അൻഹുക്ക് 2 വയസ്സ്. ഈ പ്രായത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് അബ്ദുല്ല ഇബ്നു അബ്ബാസ്. ഇത് നമുക്കറിയാം അല്ലെ. അബ്ദുല്ല ഇബ്നു അബ്ബാസിനെ എല്ലാവർക്കും അറിയില്ലേ? ആർക്കെങ്കിലും അറിയാണ്ടുണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ. അബ്ദുല്ല ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാല് വേറൊരു സഹാബി. ഓക്കെ. ആ ഒരു സഹാബി എന്ന് പറയുന്നത് നമുക്ക് സഹാബി ആയിട്ട് അറിയാം, പക്ഷെ കുട്ടിയായിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് 3 വർഷം മുമ്പ്, മദീനയിലേക്ക് ഹിജറ പോകൂലേ, അതിന്റെ 3 വർഷം മുമ്പാണ് അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സ്. ഓക്കെ. 63 വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നു. അപ്പം അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വയസ്സ് 13 വയസ്സും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് 13 വയസ്സ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 63 വയസ്സ്. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 30 മാസമായിരുന്നു കിട്ടിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അപ്പം ഈ 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്തുനിന്നാണ് നമ്മൾ ഇത്രയും അധികം ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇത്രയും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 30 മാസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കിട്ടിയത്. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് മനസ്സിലാക്കാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകുമ്പോഴും നിസ്കരിക്കുമ്പോഴും കൂടുതൽ ടൈമും
അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അധിക സമയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ആരുടെ കൂടെയായിരുന്നു? കുട്ടികളുടെ കൂടെയായിരുന്നു. അതായത് വീട്ടില് ഒരു കുട്ടി അനസ് റളിയല്ലാഹു അൻഹു, പുറത്തേക്കാണെങ്കിൽ ഫ്രണ്ട് അബ്ദുല്ല ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടി 13 വയസ്സാണ്. അപ്പൊ എവിടെ പോയി? ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ എവിടെ പോയി? ഇവരൊക്കെ വേറെ ക്യാമറയാണ്. അത് വലിയ വലിയ ആൾക്കാർ അറിയേണ്ട ക്യാമറയാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ കുട്ടികളിൽ മാത്രം. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ടൈമും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടായിരുന്നു? ടീനേജ് കുട്ടികളും ഉണ്ടായിട്ടുണ്ട് കൂടെ ഒന്നിച്ചിട്ട്. ഇനി എന്റെ ഫൈനൽ ക്യാരക്ടർ, നമ്മുടെ ഈ മൂവിയിലെ ഫൈനൽ ആയിട്ടുള്ള ക്യാരക്ടർ ആരാണ്? അബ്ദുല്ല ഇബ്നു ഉമർ. സോറി, എന്റെ അടുത്ത് സ്ലൈഡ് ഇതായി പോയിട്ടുണ്ട്. അബ്ദുല്ല ഇബ്നു ഉമർ ലാസ്റ്റ് നമ്മുടെ ക്യാരക്ടർ ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് 20 വയസ്സാണ്. ഓക്കെ, 10 വയസ്സിൽ മദീനയിലേക്ക് മൈഗ്രേറ്റ് ആയി, ഹിജറ പോയി. പക്ഷെ മരിക്കുന്ന സമയത്ത് 20 വയസ്സാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സിൽ മരിക്കുന്നു. മരിക്കുന്ന സമയത്ത് അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 20 ആണ്. അവിടെയും ആ ഒരു ടീനേജിന്റെ ആ ഒരു ടൈമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് നെക്സ്റ്റ് സെഷൻ ഇങ്ങനെ ഓരോന്നോരോന്നായി പോകുന്ന സമയത്ത് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളുമാണ് ഇനി നമ്മുടെ ഈ മൂവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓരോന്നും പറയുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം, അബ്ദുല്ല ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് നിങ്ങൾ വലിയ സഹാബാക്കളായിട്ട് കാണാതെ അവർ ആ സമയത്ത് കുട്ടിയായിരുന്നു. 10 വയസ്സുള്ളതും 13 വയസ്സുള്ളതും ആ വയസ്സുള്ള കുട്ടികളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് സെഷൻ മുതൽ നമ്മൾ ഇമോഷണൽ ബ്ലോക്കിലേക്കാ പോകുന്നത്. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കുട്ടികളോടും പെരുമാറിയെന്നുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഓരോന്നും ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നതാണ്. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആൾക്കാരോടും പെരുമാറി എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.